ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പഞ്ചലോഹ വിഗ്രഹക്കടത്തിന്റെ കണ്ണിയെന്ന് സംശയിക്കുന്ന ഡി മണിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. മണിയെ ദിണ്ടിഗലിലെത്തി SIT ചോദ്യം ചെയ്തിരുന്നു. മണിയുടെ സുഹൃത്ത് ബാലമുരുകനും ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇന്നിപ്പോൾ ഡി മണിക്കൊപ്പം മറ്റാരൊക്കെയാണ് ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുള്ളത്? ചോദ്യം ചെയ്യൽ മൊഴിയെടുക്കൽ ആരംഭിച്ചു കഴിഞ്ഞില്ലേ? ചോദ്യം ചെയ്യലിനായി 10 മണിക്ക് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. കൃത്യം 10:15 ഡി മണി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. വൈകാതെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയാമെന്ന് സംശയിക്കുന്ന ഒരാളാണ് ഡി മണി. നേരത്തെ ദിണ്ടിഗലിലെത്തി ഡി മണിയെ SIT ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ വിഗ്രഹക്കടത്തിൽ തനിക്ക് പങ്കില്ല, താൻ ആ കാര്യത്തിൽ ഇടപെട്ട് നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ആവർത്തിച്ച് ഡി മണി മൊഴി നൽകുകയും ചെയ്തിരുന്നത്. അവിടെ വെച്ച് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കില്ല എന്നുള്ളൊരു ഉറപ്പായതോടെയാണ് അന്വേഷണ സംഘം ഡി മണിയോടും അതോടൊപ്പം തന്നെ ബാലമുരുകനോടും തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ പ്രവാസി വ്യവസായി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് വിവരങ്ങൾ അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡി മണി തിരുവനന്തപുരത്ത് എത്തിയിരുന്നതായി വിവരങ്ങളുണ്ട്. പക്ഷേ ഈ വിഗ്രഹക്കടത്തിൽ ഇത് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകളോ അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്കോ അത്ര ഷാർപ്പായിട്ടുള്ള ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് അതിലേക്ക് കടക്കാൻ സാധിക്കുമെന്നൊരു കണക്കൂട്ടിലാണ് അന്വേഷണ സംഘം. ഈ പ്രവാസി വ്യവസായി നൽകിയ മൊഴി മാത്രമേ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളൂ അല്ലേ? അതെ, ഡയറക്ട്ലി അങ്ങ് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള സംബന്ധിച്ച സുപ്രധാനമായ വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിന്റെ പരിശോധനകൾ നടക്കുകയും ചെയ്യുകയാണ്. ഈ പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ കഴമ്പുണ്ട് എന്നുള്ളൊരു വിവരം തന്നെയാണ് SIT വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്, ചില ആളുകളെ കണ്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളുടെ CDR രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഡി മണിയുടെ സുഹൃത്തും ബാലമുരുകനും തമ്മിൽ ഫോണിൽ സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങൾ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാലമുരുകനോടും ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഡി മണിക്ക് വേണ്ടി ഈ ബാലമുരുകൻ അദ്ദേഹത്തിന്റെ ഫോൺ ഉപയോഗിച്ച് സംസാരിച്ചതാകാം എന്നുള്ളൊരു കണക്കൂട്ടാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. എന്തായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഇതിൽ തങ്ങൾക്കൊരു പങ്കുമില്ല എന്നുള്ളൊരു കാര്യം ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ആ സാഹചര്യത്തിലാണ് വീണ്ടും പ്രവാസി വ്യവസായിയുടെ മൊഴി അന്വേഷണ സംഘം എടുക്കുകയും ചെയ്യുന്നത്. അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിയതിനു ശേഷമാണ് ഡി മണിയെയും അതോടൊപ്പം തന്നെ സുഹൃത്തിനെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് കുറച്ചുകൂടി വിവരങ്ങൾ ലഭിക്കും. അതിനുശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സിജോ, ദിണ്ടിഗലിലെ സ്വർണ്ണ വ്യാപാരി തന്നെയല്ലേ ഈ ഡി മണിയും? ബിസിനസ്മാൻ തന്നെയല്ലേ? അത് റിയൽ എസ്റ്റേറ്റ് വ്യാപാരമാണുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് വിഗ്രഹക്കടത്തോ സംഭവങ്ങളോ അതിലൊന്നും തനിക്ക് ബന്ധമില്ല എന്നുള്ളൊരു മൊഴിയാണ് ഇദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. അപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ബാലമുരുകന്റെ ഫോണിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നമ്പറിൽ നിന്ന് കോളുകൾ വന്നിട്ടുണ്ട്. അത് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. ഇവരെ ആദ്യഘട്ടം ചോദ്യം ചെയ്തതിനു ശേഷവും പ്രവാസി വ്യവസായിയിൽ നിന്ന് വീണ്ടും ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി വിവരങ്ങൾ തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഡി മണി എന്ന് പറയുന്ന ആള് ഇയാൾ പറയുന്ന ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ആള് തന്നെയാണ്, അയാളാണ് ഇതിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിലേക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് പോകേണ്ടതുണ്ട്. അതിന് ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ സഹായകരമാകുമെന്ന്. എന്തായാലും പ്രവാസി വ്യവസായി നൽകിയ മൊഴികൾ പ്രകാരമാണ് ഡി മണിയിലേക്ക് SIT എത്തുന്നത്. കഴിഞ്ഞ ദിവസം ദിണ്ടിഗലിലെത്തി SIT സംഘം ഡി മണിയെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ല എന്ന മൊഴിയായിരുന്നു അന്ന് ഡി മണി നൽകിയത്. പക്ഷേ അത് പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല SIT. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന നിർദ്ദേശം ഡി മണിക്കും സുഹൃത്ത് ബാലമുരുകനും നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇരുവരും അവിടെ ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 10:15 ഇരുവരും അവിടെ എത്തിച്ചേരുകയും ചോദ്യം ചെയ്യൽ അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.